അടുത്ത സെഗ്മെന്റ് അല്ലേ, താരങ്ങളും തെരഞ്ഞെടുപ്പും. താരപ്പൊലിമയോടെയാണ് കൊല്ലത്ത് NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിന്റെ വോട്ട് തേടൽ. രംഗത്തിറക്കിയത് മറ്റാരെയുമല്ല, മക്കളെ തന്നെ. സിനിമയിലും സമൂഹ മാധ്യമങ്ങളിലും താരങ്ങളായ മക്കൾ വോട്ടർമാർക്കിടയിലും സുപരിചിതരാണ്. ആദ്യ പ്രചാരണ സ്ഥലം പാരിപ്പള്ളിയിലെ കശുവണ്ടി ഫാക്ടറി. സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിനെത്തിയവരെ കണ്ട കശുവണ്ടി തൊഴിലാളികൾക്ക് ആവേശം. കൂട്ടത്തിലൊരാൾ സന്തോഷം മറച്ചുവെച്ചില്ല. ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും തിരക്ക്. പ്രചാരണത്തിനായി ചാത്തന്നൂരിലെ കോളേജിലെത്തിയപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല. പിതാവ് കൃഷ്ണകുമാർ ജയിക്കുമെന്ന പ്രതീക്ഷ പങ്കിടുകയാണ് മക്കൾ. അതേസമയം രാഷ്ട്രീയത്തിലെ പരിചയക്കുറവ് അവർ മറച്ചുവെക്കുന്നുമില്ല. വളരെ നല്ലപോലെ പോകുന്നു. നമ്മൾ ഇന്നലെ കൊല്ലത്തെത്തിയതേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. നേരിട്ട് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നതിനെക്കാട്ടിലൊരു പവർ തോന്നും. അറിയില്ല, എല്ലാവരും വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റും. അതെ, ഫുൾ സപ്പോർട്ട്. അത് നന്നായി പോകുന്നു തോന്നുന്നു. പോസിറ്റീവാണ്. അതറിയില്ല, ആഗ്രഹിക്കുന്നു വിജയത്തിന് വേണ്ടി. വളരെ പോസിറ്റീവാണ്. കുട്ടികളൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയതുകൊണ്ട് നല്ലൊരു റെസ്പോൺസാണ്. അവരോട് ഞാൻ ആകെ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഭാവിക്ക് ഇവിടെ നിന്ന് ആര് ജയിച്ചു പോയാലാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ആ ആൾക്ക് വോട്ട് ചെയ്യൂ. അല്ലാതെ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. അവരവരോട് ചിന്തിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് നല്ലത് എന്താണ്, അതിന് വോട്ട് ചെയ്യൂ. മക്കൾ പ്രചാരണത്തിനെത്തിയത് ഗുണം ചെയ്യുമെന്നതിൽ സ്ഥാനാർത്ഥിക്കും സംശയമില്ല. മക്കളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതിൽ എൻ്റെ പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം കാണും. പക്ഷെ ചിലപ്പോൾ എന്ത് വെച്ചാൽ അവരൊക്കെ ഇഷ്ടപ്പെടുന്നതായതുകൊണ്ട് ഞാൻ ഇത്തവണ അവർക്കൊരു വോട്ട് കൊടുക്കാം. എൻ്റെ മക്കളെന്നുള്ളതിനേക്കാൾ അവരെ കേരള സമൂഹം ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് വലിയൊരു ദൈവാധീനമാണ്. ജനങ്ങളുടെ നമുക്കൊരു അംഗീകാരവും സ്നേഹവും കിട്ടുക എന്ന് വെച്ചാൽ മഹാഭാഗ്യമാണ് ജീവിതത്തിൽ. എല്ലാവരും അച്ഛനെ വോട്ട് ചെയ്യണേ. ആർ അരുൺരാജ്, 24 കൊല്ലം. നമ്മൾ അവസാനിപ്പിക്കുകയാണല്ലോ ഇലക്ഷൻ സ്റ്റണ്ട്. ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ കാര്യം പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വാർത്ത കൂടി ഇപ്പോൾ അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചെറുതായിട്ടൊന്ന് പരിക്കേറ്റിട്ടുണ്ട്. കണ്ണിനാണ് പരിക്കേറ്റത്. കാര്യമൊന്നുമില്ല. പ്രചാരണത്തിനിടെ സമീപത്ത് നിന്നവരുടെ കൈ അദ്ദേഹത്തിന്റെ കണ്ണിൽ തട്ടിയാണ് പരിക്കേറ്റത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പര്യടനത്തിലേക്ക് വീണ്ടും പോയിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ ആ വാർത്ത കൂടി വന്നതെന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ സ്റ്റണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ വീണ്ടും ഒരുപാട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് കാണാം ഇതേ സമയം. അപ്പോൾ ഹാഷ്മി തയ്യാറാണ്. ഇനി എൻകൗണ്ടർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.